പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിലും CPM നേതാക്കന്മാരുടെ വീടുകളിലും ഓഫീസുകളിലുമെല്ലാം വ്യാപകമായ ED റെയ്ഡ് നടത്തുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. എല്ലാ കോടതികളും, സുപ്രീം കോടതി, ഹൈക്കോടതി, വിജിലൻസ് കോടതി, ഇതെല്ലാം തള്ളിക്കളഞ്ഞ ആരോപണമാണ് മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും എല്ലാം ഉന്നയിച്ചിട്ടുള്ളത്. എക്സാലോജിക്കിൻ്റെ കേസുമായി സുപ്രീം കോടതിയിൽ പോയ കോൺഗ്രസ് MLA സുപ്രീം കോടതി പറഞ്ഞത്, നിങ്ങൾ പിഴ ഇനിയും ഈ കേസും കൊണ്ടുപോയില്ലെങ്കിൽ പിഴ ഈടാക്കുമെന്നാണ്. യാതൊരു തെളിവുമില്ലാതെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി കെട്ടിച്ചമച്ച കേസെന്നാണ് കോടതികൾ പോലും ഈ കേസിനെ വിശേഷിപ്പിച്ചത്. ഇതൊരു ഡീലാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJPക്ക് കോൺഗ്രസ് കൊടുത്ത ഉറപ്പ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം VD സതീശൻ ഡൽഹി നടത്തിയ സന്ദർശനം ആ സന്ദർശനത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. പ്രധാനമന്ത്രിയെ കണ്ട് മണിക്കൂറുകൾക്കകം പ്രധാനമന്ത്രി VD സതീശന് നൽകിയ ഉറപ്പ് ഇവിടെ കൃത്യമായി പാലിക്കപ്പെടുകയാണ്. യാതൊരു തെളിവുമില്ലാതെ രാഷ്ട്രീയ അരിശം തീർക്കാൻ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അരിശം തീരാഞ്ഞിട്ടവൻ പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ കേരളത്തിലെ CPM നേതാക്കന്മാരുടെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഈ നടപടികൾ. ഇതിനെതിരെ ശക്തമായി ഇവിടെ പ്രതിഷേധം സംഘടിപ്പിക്കും. ജില്ലാ കേന്ദ്രത്തിലും ഏരിയ കേന്ദ്രത്തിലും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിഷേധ പ്രകടനം നടത്തും. ലോക്കൽ കേന്ദ്രങ്ങളിൽ വൈകുന്നേരം പ്രതിഷേധ പ്രകടനം നടത്തും. വൈകുന്നേരം ബ്രാഞ്ച് കേന്ദ്രങ്ങളിൽ പന്തംകൊളുത്തി പ്രകടനം ഉൾപ്പെടെ നടത്താനാണ് ആലോചിക്കുന്നത്. ഈ പ്രതിഷേധ കൂട്ടായ്മയിൽ ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ പങ്കുചേരണം എന്നും അഭ്യർത്ഥിക്കുകയാണ്. LDF ഗവൺമെൻറ് ഉള്ളപ്പോൾ തന്നെ നിരവധി തവണ പിണറായി വിജയനെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര BJP ഗവൺമെൻറ് ആരംഭിച്ചതാണ്. അവരെല്ലാ ഏജൻസികളും കേരളത്തിൽ വന്നു. അരഡസൻ ഏജൻസികൾ മാസങ്ങൾ പരിശ്രമിച്ചിട്ടും പിണറായി വിജയനെതിരായിട്ടോ മന്ത്രിമാർക്കെതിരായിട്ടോ ഒരു തെളിവും അവർക്ക് കിട്ടിയില്ല. മാത്രമല്ല, അവർ കൊണ്ടുവന്ന സ്വർണ്ണക്കേസ്, സ്വർണം വാങ്ങിയത് ആരാണ് എന്ന ചോദ്യം ഉന്നയിച്ചതോടുകൂടി കേസ് അവസാനിപ്പിച്ച് പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇത് മറ്റൊരു കള്ളക്കേസ് ഉണ്ടാക്കാനും അത് തുടർന്ന് ഒരു പ്രചരണം നിലനിർത്താനും, അത് തന്നെയാണ് കോടതിയും പറഞ്ഞത്. രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി CPM നേതാക്കന്മാരുടെക്കെതിരെ കള്ളക്കേസ് എടുക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ രാഷ്ട്രീയമായി പറയുന്ന കാര്യങ്ങളല്ല. ഇത് ഏറ്റവും വൃത്തികെട്ട നടപടിയാണ്. നമ്മുടെ ജനാധിപത്യത്തിന് നാണക്കേടാണ്. ഇതിൻ്റെ ഉത്തരവാദിത്വം കേരളത്തിലെ കോൺഗ്രസിനും അതുപോലെ തന്നെ കേന്ദ്ര BJP സർക്കാരിനുമാണ്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി എപ്പോൾ കേരളത്തിൽ വന്നാലും എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല? അദ്ദേഹം തെക്ക് വടക്ക് നടന്നു പറഞ്ഞതാണ്. കോടാനുകോടികളുടെ അഴിമതിയിൽപ്പെട്ടതാണ് ഈ രാഹുൽ ഗാന്ധിയും ഡെക്കാൻ ഹെറാൾഡ് കേസുമെല്ലാം. അപ്പോൾ അതുപോലെയാണ് CPMൻ്റെ നേതാക്കന്മാർ എന്നുള്ള ധാരണയാണ് അങ്ങനെ പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കേണ്ട ഒരു ചിത്രമാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ വരുന്നത്.